ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കാം. ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന മക്കൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 കപ്പ് കഴുകിയ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ടത് 2-3 മിനിറ്റും തിളപ്പിച്ചെടുക്കണം. ഈ പൊങ്ങിക്കിടക്കുന്ന സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് താന്നു വരും. അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കണേ. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലെ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്കിത് ഇതുപോലെ ഇതിൽ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഞെക്കിപ്പിഴിഞ്ഞങ്ങ് കളയണം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കോൺഫ്ലോർ, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കാവേ. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ സോയാ ചങ്ക്സിലുള്ള വെള്ളമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മസാല അതിലേക്ക് പിടിച്ചെടുക്കാൻ പറ്റുമേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സോയാ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ക്യാരറ്റ് അരിഞ്ഞതും, പിന്നെ ഒരു 5-6 ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് ഈ റൈസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വളരെ പതുക്കെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വലിയവർക്കൂടെ കഴിക്കാൻ മാത്രമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ പച്ചക്കറി സോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്തോളാം. ഇത് കുട്ടികൾക്കൂടെ കൊടുക്കാനായതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റാ.